നമസ്കാരം, എല്ലാവർക്കും ഗ്യാബിസ്വയിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. റോസാ ചെടികളിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിനുള്ള 7 ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ റോസാ ചെടികളൊക്കെ ഒരുപാട് വർഷങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ പോട്ട് സെലക്ഷൻ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. നല്ല പോട്ട് തിരഞ്ഞെടുക്കണം. നല്ല പോട്ടെന്ന് പറഞ്ഞാൽ ഒരു 10 ഇഞ്ച് വലിപ്പമുള്ള പോട്ടെങ്കിലായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇതെല്ലാം 10 ഇഞ്ച് പോട്ടുകളാണ്. ഈ കാണുന്നതെല്ലാം ഇതൊക്കെ 10 ഇഞ്ച് പോട്ടുകളാണ്. ആ 10 ഇഞ്ച് വലിപ്പമുള്ള പോട്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നല്ല വേരോട്ടം ഉണ്ടാകാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. പിന്നെ പോട്ട് മിക്സും വളങ്ങളൊക്കെ ഇടാനുള്ള ഒരു അത്യാവശ്യം വ്യാസം അതിനുണ്ടാകും. അതുകൊണ്ടാണ് ഈ 10 ഇഞ്ച് പോട്ട് എങ്കിലും വേണമെന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു ദിവസം നമ്മൾ നനക്കാൻ വിട്ടുപോയാൽ ഈ പോട്ട് മിക്സ് ചൂടാകരുത്. ചെറിയ പോട്ടൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആകുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വേര് ചൂടായി ചെടി കേടാകുകയും ചെയ്യും. രണ്ടാമത്തേത് പോട്ട് മിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ റോസ് ചെടികൾക്കെല്ലാം മണൽ ചേർന്ന ഗാർഡൻ സോയിലാണ് തിരഞ്ഞെടുക്കേണ്ടത്. മണൽ ചേർന്ന ഗാർഡൻ സോയിലാകുമ്പോൾ നല്ല വേരോട്ടവും ഉണ്ടാവും. മണ്ണിൽ കുറച്ച് എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ മണൽ ചേർന്ന ഗാർഡൻ സോയിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കിട്ടുന്ന മണ്ണിൽ ഒരു 1/3 കരിയില കമ്പോസ്റ്റ് ചേർക്കുക. കരിയില പൊടിഞ്ഞുണ്ടാകുന്ന കമ്പോസ്റ്റ് ഒരു 1/3 ഭാഗം ചേർക്കുക. അതും സാധിക്കുന്നില്ലെങ്കിൽ ഉമി ചേർത്താലും മതിയാവും. വലിയ കുത്തിയുള്ള ഉമി ചേർക്കുന്നതും നല്ലതാണ്. അപ്പോൾ ആ വേരോട്ടം നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ആ മണ്ണ് കട്ട പിടിച്ച് പോവില്ല. അതിനാണ് ഇത് ഏതെങ്കിലും ഒന്ന് ചേർക്കണം എന്ന് പറയുന്നത്. അസമയം മണൽ ചേർന്ന മണ്ണാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അത് തന്നെ മതി. പിന്നെ ഇതോടൊപ്പം തുടക്കത്തിൽ തന്നെ ഒരു 1/3 ഭാഗം ഉണങ്ങിയ ചാണകപ്പൊടി ചേർക്കുക. പോട്ട് മിക്സിൽ അത് നന്നായിട്ട് കുഴച്ച് ചേർക്കുക. ഈ പോട്ട് മിക്സ് നിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബഡിന് താഴെ ആയിരിക്കണം ആ ലെവൽ വന്ന് നിൽക്കാൻ. ബഡിൻ്റെ ഭാഗത്ത് മണ്ണ് നിന്നാൽ അത് ഫംഗസ് വരികയും പിന്നീട് അത് കേട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ പോട്ട് മിക്സ് നിറക്കുമ്പോൾ തുടക്കത്തിൽ ആയാലും പിന്നീടായാലും ആ ബഡ് റോസുകളൊക്കെ ആണെങ്കിൽ ബഡ് ചെയ്തതിൻ്റെ താഴെ ആയിരിക്കണം നിൽക്കേണ്ടത്. ബഡിൽ മുട്ടിയാൽ അതിൽ ഫംഗസ് വന്ന് പിന്നീട് കേടാവും. ഇനി മൂന്നാമത്തെ കാര്യം സൺലൈറ്റാണ്. റോസ ചെടികൾക്ക് പൊതുവെ നല്ല വെയിൽ കിട്ടണം. കുറഞ്ഞത് ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥാനത്താണ് ഈ റോസ ചെടികൾ വെക്കേണ്ടത്. നല്ല വെയിൽ 4 മണിക്കൂർ കിട്ടണം. ഡയറക്റ്റ് സൺലൈറ്റ് 4 മണിക്കൂർ കുറഞ്ഞത് കിട്ടണം. അതിൽ കൂടുതൽ കിട്ടിയാൽ നല്ലത് തന്നെ. അടുത്തത് വാട്ടറിങ് ആണ്. റോസുകൾക്ക് ഓവർ വാട്ടറിങ് പാടില്ല. മുള്ളുകളുള്ള പൊതുവെയുള്ള ചെടികൾക്കെല്ലാം പൊതുവെ തന്നെ ഓവർ വാട്ടറിങ് പാടില്ല. ഓവർ വാട്ടറിങ് ആയാൽ അത്തരം ചെടികളിൽ ഇലകളായിരിക്കും കൂടുതൽ വരുന്നത്. പൂക്കൾ എണ്ണം കുറവായിരിക്കും. ഇലകൾ നന്നായിട്ട് വരും, അപ്പോൾ പക്ഷെ പൂക്കളുടെ എണ്ണം കുറയും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഡ്രെയിൻ ചെയ്ത് നന്നായിട്ട് പോവുകയും ചെയ്യണം. എന്നാൽ കുറച്ച് ഈർപ്പം എപ്പോഴും വേരുകൾക്ക് ഉണ്ടാവുകയും ചെയ്യണം. ഈർപ്പം ഉണ്ടെങ്കിലേ ഇടുന്ന വളം വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അടുത്തായിട്ട് പറയുന്നത് ഫെർട്ടിലൈസറിനെ കുറിച്ചാണ്. റോസുകൾക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയ ഫെർട്ടിലൈസേഴ്സാണ് വേണ്ടത്. എന്ന് വെച്ച് നമ്മൾ കെമിക്കൽ ഇട്ട് കൊടുക്കരുത്. കെമിക്കൽ ഇട്ട് കൊടുത്താൽ ഇതൊക്കെ ഈ ചെടിച്ചട്ടുകളിൽ വളർത്തുന്നതുകൊണ്ട് കെമിക്കൽ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്താൽ അതിൽ അമ്ലത്വം കൂടുകയും ചെയ്യും. പിന്നീട് കാലക്രമേണ അത് ചെടി നശിച്ചു പോവുകയും ചെയ്യും. ആദ്യമൊക്കെ പൂക്കളുണ്ടാവും, പിന്നീട് നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയ ജൈവവളങ്ങളാണ് കൊടുക്കേണ്ടത്. ഞങ്ങളിവിടെ കൊടുക്കുന്നത് എല്ലുപൊടി കൊടുക്കുന്നുണ്ട്. എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ധാരാളം കിട്ടുന്നുണ്ട്. ഫോസ്ഫറസ് ഉണ്ടെങ്കിലാണ് മുട്ടുകളൊക്കെ വരുന്നത്. പൂക്കൾ വരുന്നതിനുള്ള മുട്ടുകൾ നന്നായിട്ട് വരുന്നെങ്കിൽ ഫോസ്ഫറസ് വേണം. എല്ലുപൊടിക്ക് പകരം പച്ചക്കക്കപ്പൊടി ചേർത്താലും കൊടുത്താലും മതിയാവും. പച്ചക്കക്കപ്പൊടി ആകുമ്പോൾ ഫോസ്ഫറസ് മാത്രമല്ല, അതിൽ മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയ മറ്റു മൂലകങ്ങളും ഉണ്ട്. അപ്പോൾ അത് കൊടുത്താലും മതിയാവും. പിന്നെ നൈട്രജൻ കിട്ടുന്നതിനായിട്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ വർഷകാലങ്ങളിലാണെങ്കിൽ ആട്ടിൻ കാഷ്ടം തുടങ്ങിയവ നല്ലതാണ്.
പിന്നെ കരിയില കമ്പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ നൈട്രജൻ സ്വാഭാവികമായിട്ടും ഉണ്ട്. പിന്നെ വേണ്ടത് പൊട്ടാസ്യം. പൊട്ടാസ്യം ഉണ്ടെങ്കിൽ ഈ പൂക്കൾക്ക് നല്ല കളറുകൾ കിട്ടുള്ളൂ. ഇതിപ്പോൾ കാശ്മീരി റോസാണ്, ഇത് റെഡ് പെനാക്കോ റോസ്, ഇത് സമ്മർ സ്നോ വൈറ്റ്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ ബട്ടൺ റോസാണ് കാണുന്നത്. നിറയെ പൂക്കളുണ്ട്, ബട്ടൺ റോസ്. അപ്പോൾ ഈ ചെടികൾ പൂക്കൾക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ പൊട്ടാസ്യം ആവശ്യമാണ്. പൊട്ടാസ്യം സാധാരണ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് പഴത്തൊലി, ഏത്തപ്പഴത്തൊലി കട്ട് ചെയ്ത് മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ 2-3 ദിവസം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം മാസത്തിലൊരിക്കൽ ഒഴിച്ചു കൊടുത്താലും പൊട്ടാസ്യം കിട്ടും. അപ്പോൾ നൈട്രജനും ഫോസ്ഫറസ്, പൊട്ടാസ്യം ഈ 3 വളരെ എസൻഷ്യലാണ് ഈ റോസ ചെടികൾക്ക് നന്നായിട്ട് പൂക്കളുണ്ടാവുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഫംഗിസൈഡാണ്. ഇതിന് കീടങ്ങളൊക്കെ മരടിപ്പ് ഒക്കെ ധാരാളം വരുന്ന ഒരു ചെടിയാണ് റോസ. അതിപ്പം കെമിക്കലൊക്കെ കൊടുക്കുന്നവർക്കാണ് അതിൻ്റെ അസിഡിറ്റി കൊണ്ട് തന്നെ മുരടിപ്പ് കുറച്ചാൾ കഴിയുമ്പോൾ വരും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കീടങ്ങൾ ആക്രമിച്ചാലും ഈ മുരടിപ്പ് വരും. അതിന് ഞങ്ങൾ ചെയ്യുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഒരു 4 ലിറ്റർ വെള്ളം ചേർക്കുക. 4 ലിറ്റർ വെള്ളം ചേർത്തിട്ട് അതിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇടുന്നു. ബേക്കിംഗ് സോഡ ഒരു നുള്ളെടുത്താൽ മതിയാവും. ഒരു നുള്ള്, അല്ലെങ്കിൽ ഒരു ലിറ്ററിൽ 1 ഗ്രാം. നന്നായി കുലുക്കുക. അത് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ലീഫിൻ്റെ അടിയിലും ചുവട്ടിലെല്ലാം തണ്ടിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അടുത്ത ടിപ്സ് പ്രൂണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൂണിങ് 2 തരമുണ്ട്. സോഫ്റ്റ് പ്രൂണിങ് ഉണ്ട്, ഹാർഡ് പ്രൂണിങ് ഉണ്ട്. സോഫ്റ്റ് പ്രൂണിങ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ പൂക്കൾ ഇതാണ്, ഇത് പൂ കഴിഞ്ഞതാണ്. ഈ പൂ ഇങ്ങനെ കഴിഞ്ഞത് നിർത്തരുത്. അപ്പോൾ അത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. സോഫ്റ്റ് പ്രൂണിങ്. അപ്പോൾ ഈ ഇതളുകൾ കൊഴിഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ അത്രയും എനർജിയും വളമൊക്കെ ഇതിലേക്ക് വേസ്റ്റ് ആയിട്ടാണ് പിന്നീട് പോകുന്നത്. അപ്പോൾ അത്തരം ബാക്കിയുള്ള പൂമുട്ടുകളിൽ ഹെൽത്തി ആകാൻ ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെയുള്ള ഇതൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയാം. അതാണ് സോഫ്റ്റ് പ്രൂണിങ്. അത് ഏത് സമയത്തും ഓരോ പൂക്കളും കൊഴിയണ അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയുന്നതാണ് സോഫ്റ്റ് പ്രൂണിങ്. പിന്നെ ഹാർഡ് പ്രൂണിങ് എന്ന് പറയുമ്പോൾ ഹാർഡായ ഈ സ്റ്റെമ്മ് ഹാർഡായ ഭാഗത്താണ് കട്ട് ചെയ്യണം. വളരെ താഴ്ത്തി കട്ട് ചെയ്യണം. ഇതൊക്കെ ഇപ്പോൾ ഹാർഡ് പ്രൂണിങ്ങിൻ്റെ സമയമായിട്ടില്ല. വേണ്ട, ഈ ഭാഗത്ത് കട്ട് ചെയ്യണം, താഴ്ത്തി കട്ട് ചെയ്യുക. അങ്ങനെ താഴ്ത്തി കട്ട് ചെയ്യുമ്പോൾ ആ ആരോഗ്യമുള്ള സ്റ്റെമ്മിൽ നിന്നും നല്ല ചെനപ്പുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിലെല്ലാം ഈ പറഞ്ഞ വളങ്ങളെല്ലാം പോട്ടമിക്സിൽ നല്ല വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് നിറയെ പൂമുട്ടുകൾ വരികയും ചെയ്യും. അതാണ് ഹാർഡ് പ്രൂണിങ്. വളരെ താഴ്ത്തി ഹാർഡായിട്ടുള്ള ആ സ്റ്റെം തന്നെ കട്ട് ചെയ്യുക. ഓരോ ബ്രാഞ്ചിലും അങ്ങനെ താഴ്ത്തി കട്ട് ചെയ്യുക. അതിനാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് പ്രൂണിങ് നടത്തുന്നത് വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതിയാവും. അതിനുശേഷം ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് മേൽ മണ്ണൊക്കെ ഒന്ന് മാറ്റി വീണ്ടും നല്ല രീതിയിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പുതിയതായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെനപ്പുകൾ വരികയും ചെയ്യും. അതിലെല്ലാം നിറച്ച് പൂമുട്ടുകൾ വരികയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റോസ് ചെടികളിൽ നന്നായിട്ട് നിറയെ പൂക്കൾ എന്നും ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.